സഹോദരി കലാസ്നേഹികളെ, അങ്കമാലിക്കാരൻ പെപ്പെ അടികൂടി ഉണ്ടാക്കിയ ഇമേജിൽ നിന്ന് ഒരല്പം വ്യത്യാസം വേണമെന്നും പറഞ്ഞ് അദ്ദേഹം വ്യത്യസ്തമായി ചെയ്യാൻ ശ്രമിച്ചിട്ട് ഡപ്പി ഡപ്പി എന്ന് പറഞ്ഞ് പൊട്ടിച്ചൊരു ബോംബാണ് ഈ പടം. തുടരെ 2-3 ബോംബ് തന്നിട്ട് ഒരു ഭാഗ്യത്തിനാണ് അദ്ദേഹം രക്ഷപ്പെട്ട് നിൽക്കണം. അല്ലെങ്കിൽ ഒടുക്ക ശാലോൺ ടിവിയിൽ പാടാൻ പോവേണ്ടി വന്നേ. എനിവേ ഗൈസ്, വരൂ നമുക്ക് ഈ സിനിമ ഒരുമിച്ചിരുന്ന് കാണാം. സോ ഇതൊരു ഫ്ലാറ്റ് പടമാണ് ഗൈസ്. ഫ്ലാറ്റ് പടം എന്നൊക്കെ പറഞ്ഞ കോൺഫിഡൻസുകാർ കൊടുക്കുന്ന ഫ്ലാറ്റിനേക്കാളും വലിയ ഫ്ലാറ്റ്. ഇതൊരു ഗ്രാമത്തിൽ നടക്കുന്ന കുറച്ച് സാധാരണക്കാരുടെ കഥയാണ്. പെപ്പെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, അമ്മയും പെങ്ങളും പെപ്പയും പിന്നെ 1-2 കൂട്ടുകാരും. ഇത് പെപ്പയുടെ ഭാവി അള്ളീനാവാൻ പോകുന്നവൻ. പെപ്പയുടെ പെങ്ങൾക്ക് ഒരു പ്രേമമുണ്ട്, ആ പുള്ളിക്കൊരു ലോറി ഉണ്ട്, അതിൽ അല്പം മണൽ കടത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ പള്ളിയിൽ ഒരു ഉത്സവം വരികയാണ്. അവരങ്ങനെ പരസ്പരം കണ്ടും ചിരിച്ചും കളിച്ചും ഒക്കെ നടക്കുന്നതിനിടെ പെപ്പയും തന്റെ ഒരു പ്രണയം സൈഡിൽ കൂടി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. കഥ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ കയ്യിലൊരു എയർ ഗൺ കിട്ടുന്നത്. ഉന്നം പിടിച്ചു നോക്കിയ ഉണ്ണേശുന്റെ ഒരു നെറ്റിയിൽ കൊള്ളിക്കാൻ കെൽപ്പുള്ള ഒരു എയർ ഗൺ. അങ്ങനെ ആ എയർ ഗണ്ണുമായി നമ്മുടെ മച്ചം പെപ്പ എന്ത് ചെയ്യുമെന്നോ, ആകാശത്തോട് ഒരു 5 കിലോമീറ്റർ മോളിൽ പറക്കണ ഒരു ചക്കിപ്പരുന്നിനെ വെടിവെക്കും. കൊണ്ടിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു കൊണ്ടപ്പ അതാ ഒരു കോഴിക്കുഞ്ഞ് പരന്ന് തന്റെ പെണ്ടാട്ടേക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോയ കോഴിക്കുഞ്ഞിനെ അവന്മാര് വെടിവെച്ചിട്ടെന്ന്. തുടക്കം മുതൽ അവസാനം വരെ സിനിമയിൽ ക്യാരക്ടർ പിടിച്ച് അഭിനയിച്ച ഒരേ ഒരു കഥാപാത്രം ഈ കോഴിക്കുഞ്ഞാണ്. എനിക്കെന്തോ തങ്കമ്മാല ഡയറസിലെ പെപ്പയാണ് ഇഷ്ടം. പുള്ളിക്ക് ഈ സാധു ക്യാരക്ടർ ഒന്നും ചേരൂല. ഈ സിനിമയിൽ പെപ്പേക്കാളും നല്ലോണം ആ കോഴിക്കുഞ്ഞ് അഭിനയിച്ചു. ശരി, നമുക്ക് ഈ കോഴിക്കുഞ്ഞിനെ കൂതറ സാഹിബിന്റെ മോളെന്ന് വിളിക്കാം. റാൻഡമായിട്ട് വന്ന കോഴിക്കുഞ്ഞിനെ അവരെല്ലാരും രണ്ടാമത് വന്ന ഉണ്ണിയേശുവയാണ് കാണുന്നത്. അങ്ങനെ ഇരിക്കും നമ്മുടെ പെങ്ങൾക്ക് ഒരു പ്രേമം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. പെപ്പക്ക് ആ പയ്യൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഒരു മാഫിയാണെന്ന്, മണലടി മാഫിയ. പിന്നെന്ത് പ്രേമത്തിനുണ്ടോ കണ്ണും മൂക്കും മണ്ണും മലവാണോ മലങ്കൾട്ടും. അവൾ അവനെ കെട്ടോളെന്ന് ഒരു ഒറ്റ നിൽപ്പങ്ങ് നിന്ന്. അത് നടക്കൂലെന്ന് പെപ്പയും. അതിന്റെ ഇടയിൽ നമ്മുടെ കൂതറ സാഹിബിന്റെ മോള് കുസുമം വളർന്നങ്ങ് വലുതായി. വലുതായി വന്നപ്പോ കൂതറ സാഹിബിന്റെ മോളല്ല മോനാണോ എന്ന് അവർക്കൊരു സംശയം. അല്ല, കാമാറി തലയിൽ പൂ വന്നപ്പോ അതൊരു പൂവൻകോഴിയാണോ എന്ന് അവർക്കൊരു ഡൗട്ടായി തുടങ്ങി. ഇതിനിടയിൽ പ്രേമമൂത്ത പെങ്ങളും മണ്ണ് വരാൻ ലവന്റെ കൂടെ ഒളിച്ചോടി അങ്ങ് പോകും. ആ നാട്ടിൽ പെണ്ണ് പോയ ബന്യും പഴവും ഫ്രീ, അയൽക്കൂട്ട കാവല് സ്റ്റേ, നുണ പറയാൻ ചേച്ചിമാര് റെഡി. അങ്ങനെ ഒരു നാട് മുഴുവൻ അവിടെ നാണം കെട്ടി നിൽക്കുമ്പോ ഇവർ നാട് വിട്ട് 4 ആളെയും കൂട്ടി പോയി കല്യാണം കഴിക്കും. പക്ഷേ വേറൊരു കാര്യമുണ്ട് ഗൈസ്. അവള് വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയപ്പോ ആ വീട്ടിൽ നിന്ന് ഒരു തയ്യൽ മെഷീൻ എടുത്തോണ്ടാണ് പോയെന്ന്. ഇതെറിഞ്ഞ പെപ്പ അവിടെ കിടന്ന് വമ്പം ബഹളം ഉണ്ടാക്കും. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയല്ലോ, ഇവിടുത്തെ നിയമം എന്താണ് പറയണത്? ഒരു പെണ്ണിന് ഏത് തെണ്ടിയാണെങ്കിലും കെട്ടാം. എന്തായാലും തീയും പുകയും ഒക്കെ കെട്ടടങ്ങിയതും പാതിരാത്രി അവര് തുന്നൽ തുടങ്ങി. പാതിരാത്രി ആഘോഷിച്ച് ജീവിതം അങ്ങ് സമ്പൂർണ്ണമാക്കും. സന്തോഷമാണ്, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അങ്ങനെ ഇരിക്കും നമ്മുടെ കൂതറ സാഹിബിന്റെ മോനെ ഒരു പിടക്കോഴിയെ കൊണ്ടു കൊടുക്കുകയാണ്. പക്ഷെ അവൻ തീരെ കോഴിത്തരം ഇല്ലാത്തൊരു കോഴിയാണ് ഗൈസ്. ഒരു ഉത്സാഹമില്ലാത്ത കോഴി തന്നെ, ഒന്ന് തെന്നിക്കാൻ പോലും അതിന് വയ്യ. 2 ദിവസം ദ്രോഹിൽ മാക്രിക്കോട്ടത്തിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടിടണം. തിരിച്ചു വരുമ്പോ കോഴിക്ക് 14 കേസ്. അങ്ങനെ ഇരിക്കും ഈ സിനിമയിൽ 2 പ്രധാന കഥാപാത്രങ്ങളായി ഇവർ 2 പേരും കൂടി അന്തോണി പെപ്പയുടെ വീട്ടിലെ വഴക്ക് തീർക്കാനും അവരുടെ പിണക്കം തീർക്കാനും ശ്രമിക്കും. അതിനെ ഒരു കള്ളം അങ്ങ് കാച്ചാൻ തീരുമാനിക്കും. പെപ്പയുടെ പെങ്ങൾ പ്രഗ്നന്റ് ആണ് അത്രേ. അങ്ങനെ ഒരു അടി ആ നാട്ടിലെ സൽസ്വഭാവിയും ദുർഗുണ സമ്പന്നനുമായ അണ്ണൻ അങ്ങ് ഇടത്തെ കൈകൊണ്ട് കഴിവാതെ അടിക്കും. അതിൽ അവര് വീഴും. എന്നിട്ടറിയും അവർ ഇങ്ങോട്ട് പറയാൻ നമ്മൾ അറിഞ്ഞ വിഷയം അങ്ങോട്ട് ചോദിക്കുന്നത് ശരിയല്ല, എന്തായാലും നമുക്ക് അവിടെ വരെ പോകാന്നൊക്കെ പറഞ്ഞ് പിണക്കം തീർത്ത് ഇവരെ അവിടെ ചെല്ലും. പിന്നെ മനസ്സിൽ കള്ളമില്ലാത്ത പെണ്ണുങ്ങളെ വായിലൊന്നും ഇരിക്കൂലല്ലോ. ഏപ്രിൽ മെയ് ജൂൺ പകുതിയൊക്കെ ആവുമ്പോ മഴയില്ലേ മോനെ? എന്തായാലും അത്രയും വരെ വന്നതല്ലേ, ഇനി അവരെ നമുക്ക് അങ്ങോട്ട് വീട്ടിൽ വിളിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ വീണ്ടും ഉപദേശിക്കും. എനിക്കാണെങ്കിൽ പെപ്പ ഇങ്ങനെ നോക്കുമ്പം എടാ പെപ്പ സ്ലോ മോഷനിൽ മുഷ്ടി ചുരുട്ടി ആ ചുമരില്ലെങ്കിൽ 2 ഇടി ഇടിക്കണമെന്ന് പറയാൻ തോന്നിപ്പോകും. എനിക്ക് എന്തോ പെപ്പ സിനിമയൊന്ന് ആരെങ്കിലും ഇടിക്കണം. അങ്ങനെ അവർ അളിയനെ വീട്ടിൽ വിളിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പരസ്യം പോലെ ദുറാത്തി സാഹിബിന്റെ മോൻ വന്നിട്ട് പോണുണ്ട്. എന്തായാലും അവിടെ അളിയൻ വന്നതും അയൽവക്കം വലുതായി, വഴി കൂട്ടി വീതി കൂട്ടി, ആകെ മൊത്തത്തിൽ ഒരു മാറ്റം അങ്ങ് ഉണ്ടാകും. വീട്ടിന്റെ മുറ്റത്തേക്ക് വണ്ടി കയറാനുള്ള ഒരു വഴി, അത് അംബാനിയുടെ പോലും ഒരു ആഗ്രഹമാണല്ലോ. അങ്ങനെ അവർ അയൽവക്കക്കാർ സഹകരിച്ച് വഴിയൊക്കെ വലുതാക്കും. വഴി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, വഴി ആധാരമാക്കി ഒരു സിനിമയെ നമ്മൾ എടുത്ത്, ഭീമന്റെ വഴി. പക്ഷെ അത് പൊളി. തണ്ണീർമത്തൻ ദിനങ്ങളും സൂപ്പർ സ്റ്റാറിനെയൊക്കെ ചെയ്ത അതേ ടീമിന്റെ പടമാണ്. പക്ഷെ ഇതങ്ങോട്ട് ഒത്തില്ല. 10 പടം ചെയ്യുമ്പോൾ അതിലൊരു 2 പൊട്ടണമല്ലോ, അല്ലെങ്കിൽ മോട്ടിവേഷൻ അങ്ങ് പോകും. കൂതറ സാഹിബിന്റെ മോ അവിടുത്തെ ഒരു മെയിൻ അംഗം ആയതുകൊണ്ട് പുള്ളിയുടെ കൂടുന്ന സ്ഥാനം കണ്ട് വാസ്തു നോക്കി ഈശാന കോണിലേക്ക് അതിനെ മാറ്റിവെക്കും. അങ്ങനെ ഇരിക്കും ഇപ്പൊ അളിയനോട്ട് സെറ്റ് ആയല്ലോ. സംഭവം അളിയെ മണലടിക്ക് നിർത്തിയെന്ന് പറഞ്ഞാലും പോക്കറ്റിൽ പാറ്റേറുമ്പോ പിന്നും അളി ആ പരിപാടിക്ക് ഇറങ്ങും. ഇത്തവണ എസ്കോട്ട് പോകാൻ തന്റെ അളി
അളിയനോട് തന്നെ അളിയ അങ്ങ് പറയും. ഇച്ചിരി മണ്ണല്ലേ, അത് ഭൂമിയിൽ ഒരുപാടുണ്ടല്ലോ. ആദ്യമൊക്കെ അളിയനത് എതിർപ്പായിരുന്നെങ്കിലും 2000 കുടവ കിട്ടുമെന്ന് പറയുമ്പോ ചാടി അങ്ങ് ചെല്ലും. അങ്ങനെ മണലടി മാക്കറി പിടുത്തോട്ട് അവരിങ്ങനെ നടക്കുമ്പോ നമ്മുടെ കൂതറ സാഹിബിന്റെ മോന്റെ റോള് വരും. ഒറ്റ കാര്യമേ അവനിവിടെ ചെയ്യാനുള്ളൂ, കുരയ്ക്കണം. ഓ സോറി, സൗണ്ട് എഫക്ട്സ് മാറിപ്പോയി. രാത്രി ഒരു പോളെ കണ്ണടയ്ക്കാതിരുന്ന മണലൂട്ടിട്ട് വന്ന പെപ്പയ്ക്ക് രാവിലെ വരെ ഉറങ്ങാൻ പറ്റൂല. കുതിര സാഹിബിന്റെ മോന് കുണം വരുമ്പോഴൊക്കെ അവ ഇരുന്ന് കുരയ്ക്കും. അപ്പൊ ഇവന്റെ ഉറക്കവും പോകും. ശരിക്കും അത്ര നിസ്സാര കാര്യമൊന്നും അല്ല. ഉറങ്ങാൻ കിടക്കുമ്പോ ഓരോ അത്ര സുഖമുള്ള പരിപാടിയല്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ പെങ്ങള് തിരിച്ചു വരികയാണ് വീട്ടിൽ. കുറ്റബോധം ബാധിച്ച അവള് പറയും, അമ്മ ഞാൻ ഗർഭരണിയൊന്നും അല്ല. പെങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ നമ്മൾ ഇറക്കിയ ഒരു കഥയാണത്. ഇതറിഞ്ഞ അമ്മച്ചി നമ്മുടെ നല്ലവനെ ഉണ്ണിയെ പിടിച്ച് കൊടയും. പക്ഷെ ഇതൊരു ശീലാക്കണ്ടോ പിന്നെ ഇമാതിര കഥകളൊന്നും ഉണ്ടാക്കിയേക്കല്ലേ. ഈ സത്യം അറിഞ്ഞ നമ്മുടെ പെപ്പെ ഒന്നും അറിഞ്ഞോളാതെ വായം തുറന്നിരിക്കണ അളിയന്റെ മുമ്പ് പോയിരുന്ന കള്ളുകുട്ടിയന്മാരെ പോലെ അഭിനയിക്കും. പെപ്പയ്ക്ക് ആകെ കലിപ്പ് കാണിക്കാനേ അറിയാവൂ മോന്തേല്. അതൊരു നല്ല കാര്യത്തിന് ആയതുകൊണ്ട് കുഴപ്പമില്ല. മിസ്റ്റർ ആന്റണി പെപ്പ, താങ്കളുടെ ലിമിറ്റേഷൻസ് ഒക്കെ മറികടക്കണം കേട്ടോ. നല്ല സത്യമുള്ള അഭിനയമാണ്. ശകലം പോലും അഭിനയം പറഞ്ഞില്ല. പിന്നെന്ത് പറയാൻ, പെപ്പനെ പോലുള്ളവരൊക്കെയാണ് പിന്നീട് സൽമാൻ ഖാനൊക്കെ ആകണം. എന്തായാലും ആളിന്റെ അടുത്ത് പെങ്ങള് കാര്യം പറയും, ഞാൻ ഒരു നുണ പറഞ്ഞാണ് മൊത്തത്തിൽ ആകെ ഈ കുടുംബത്തെ അടുപ്പിച്ചത്, അതുകൊണ്ടായിരിക്കും പെപ്പ ഒന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അളിയനെ മച്ചമ്പി അതങ്ങ് ക്ഷമിച്ചാളാന്ന് പറയും. പിറ്റേ ദിവസം ആ കവലയിലെ പുഴയിൽ ഒരു ശവം അടിയുകയാണ് ഗൈസ്. ശവം കൊണ്ടുപോകുന്ന ആംബുലൻസ് ചെളിയിൽ താഴും. ചെളിയിൽ തന്നെ ആംബുലൻസ് കടന്നു പോലീസുകാർക്ക് മനസ്സിലാവും ഇവിടെ മണൽ കടത്തിയാണെന്ന്. അങ്ങനെ അവരെന്ത് ചെയ്യും, നേരെ പെപ്പരും ടീമിനെ വിളിച്ചു നോക്കി ഇവിടെ ആരാ മണൽ കടത്തണെന്ന്. പെപ്പയുടെ കൂട്ടുകാരെ ഉള്ള സത്യം മൊത്തം തുറന്നു പറയും, ഇവനെ പൊക്കുകയും ചെയ്യും. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം എന്റെ കാലിലായി. അതിനിടയിൽ കൂതറ സാഹിബിന്റെ മോന് കൊരയ്ക്കണം. അവൻ കടന്ന് കൊരയോട് കൊര. രാത്രി ഇപ്പൊ പെപ്പയ്ക്ക് ഉറങ്ങാനും വയ്യ. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഇത് തന്നെ ഗൈസ്. പെപ്പ ഉറങ്ങാൻ ശ്രമിക്കും, കോഴി കൂവും. പെപ്പ പിന്നെ ഉറങ്ങാൻ ശ്രമിക്കും, കോഴി കൂവും. ഇതൊക്കെ തിയേറ്ററിൽ പോയിരുന്ന് നമ്മൾ കാണണം, ആസ്വദിക്കണം. എന്നിട്ട് അത് കോമഡിയാണെന്ന് വിചാരിക്കണം. എന്തായാലും ആ മഴയത്ത് പെപ്പ കോഴി എടുത്ത് കൂട്ടുന്ന വെളിയിൽ കളയും. പക്ഷെ ഇവൻ കോഴിയല്ലേ, ഇവൻ ഒരു കോത്താടനാണ്. പിറ്റേന്ന് രാവിലെ അവൻ വീണ്ടും വന്ന് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയ നല്ലവനായ ഉണ്ണിയുടെ മുമ്പിലെടുത്ത് ചാടി അവനെ മറിച്ചിടും. അതാകെ വിഷയവും ബഹളവും ഒക്കെ ആകും. ശരിക്കും നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ച് വെച്ചേക്കണം? ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി സ്റ്റോറിയാണെന്ന് നമ്മൾ വിചാരിച്ച് സന്തോഷിക്കണോ? ഒരു കഥ എടുക്കുമ്പോൾ അതിലൊരു കഥ വേണ്ടിയിടേ. ഒരു വെള്ള കോഴിനെയും കുറെ മൊണ്ണ കഥാപാത്രങ്ങളെയും കൊണ്ടുവന്ന് തിയേറ്ററിൽ പടമൊക്കെ ഇറക്കി കഴിഞ്ഞാൽ നമ്മളിത് കണ്ട് ആസ്വദിക്കണമെന്നാണ് നിങ്ങൾ പറയണം. ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് എടുത്തിരുന്നെങ്കിൽ ഒരു ഷേക്ക് എന്തെങ്കിലും നമ്മൾ തന്നേനെ. പക്ഷേ ഇത് വേറെ ഷോക്കായി പോയി. എന്തായാലും നമ്മുടെ അളിയന് ജാമ്യം കിട്ടും. പക്ഷെ വണ്ടി പോകും. പെപ്പ അളിയനെ കണ്ട് മാപ്പ് പറയും. പക്ഷെ അളിയ ആകെ വിഷയം. പെങ്ങളുമായിട്ട് തെറ്റും, പെങ്ങളിരുന്ന് കരയും. ഇത് തിയേറ്ററിൽ ഇരുന്ന് കണ്ടവര് കൊണമെന്ന് ഇറങ്ങി പോകും. ഒരു പടം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കോഴിയും കുറെ മണ്ടന്മാരും. അതിന്റെ ഇടയിൽ കൂടെ കുറെ പ്രണയവും. കണ്ട നമ്മുടെ നല്ലവനായ ഉണ്ണിക്ക് ഒരു പ്രണയം ഉണ്ടെന്ന്. കണ്ടാൽ ആരും പ്രണയിച്ചു പോകുന്ന രൂപമുള്ള ഇവളെ പിന്നെ അവ എങ്ങനെ പ്രേമിക്കാതിരിക്കും? സംഭവം അവന് അവളെ അച്ഛന്റെ പ്രായം ഉണ്ടെങ്കിൽ പ്രേമത്തിന് പ്രായം പത്രോസിന്റെ ആയാലും പ്രണയം പോയിട്ട് അത് പിന്നെ പൈങ്കിളിയാണല്ലോ. ലോജിക്കലി ഞാൻ പറഞ്ഞ ശരിയല്ലേ? പിന്നെ ഇതിൽ മണിമണ്ണൻ രാജുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവനായ ഉണ്ണി കുറെ നാൾ അവളെ പ്രപ്പോസ് ചെയ്യും, അവള് റിജക്ട് ചെയ്യും. ഒടുവിൽ അവന് അതിബുദ്ധി തോന്നി അവളെ വീട്ടിൽ പോയി പെണ്ണ് കാണാന്ന് വിചാരിക്കും. പെണ്ണ് കാണിക്കാൻ കൊണ്ടുവരുന്ന അമ്മാവനാണ് നമ്മുടെ മണിയമ്മണ്ണ രാജു. പുള്ളിക്ക് EMI മുടക്കം വന്നപ്പോഴത്തേക്ക് അത് അടച്ചു തീർക്കാൻ വേണ്ടി അഭിനയിക്കാൻ വന്ന സിനിമയാണെന്ന് തോന്നുന്നത്. ആകെ 2 സീനേ ഉള്ളൂ. അതിൽ 2 ഡയലോഗ് അടിച്ചിട്ട് പുള്ളി അങ്ങ് പോകും. പിന്നെ ഇത് നമ്മുടെ പെപ്പയുടെ പ്രണയം. പെപ്പയുടെ ഇതിലെ പ്രണയം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാർ കൈകൂടണ കണക്കാണ് ഗൈസ്. ഉപയോഗശൂന്യമായ ഒരു പ്രണയം. എന്തിനാണ് ഇങ്ങനെ കുറെ സാധനങ്ങൾ ഈ സിനിമയിൽ കുത്തിക്കേറ്റി വെച്ചേക്കണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല എന്റെ കർത്താവേ. യാതൊരു ഇമോഷണൽ കണക്ഷനും ഒരു കഥാപാത്രങ്ങളുമായിട്ട് നമുക്ക് കിട്ടൂല. ആ കോഴയെ പിടിച്ച് അൽഫാമാക്കിയിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് കിട്ടിയേനെ. കോഴയാണെങ്കിൽ പോളിയം കുടിച്ച് പരിചരണവും സ്വീകരിച്ച് അവിടെ അങ്ങനെ വില്ലസ് നടക്കുകയാണ്. ഒടുവിൽ ഒരു ദിവസം ആരുമില്ലാത്തൊരു നേരം പെപ്പയുടെ ഉറക്കം കളഞ്ഞ പെപ്പയുടെ ജീവിതം നശിപ്പിച്ച ആ കോഴിയെ കൊല്ലാൻ പെപ്പ അങ്ങ് തീരുമാനിക്കുകയാണ്. ജീവിതത്തിലുണ്ടായ സകല മാരണ കാരണങ്ങളൊക്കെ കോഴിയാണ് കാരണമെന്ന് അവനങ്ങ് വിശ്വസിച്ച് ആ പരിസരത്ത് എല്ലാവരും കുർബാനയ്ക്ക് പൊക്കൊണ്ടിരുന്ന ഒരു ദിവസം പനി പിടിച്ച് വീട്ടിൽ കിടന്ന പെപ്പ നേരെ എണിച്ചൊന്ന് കോഴിക്കൂട്ടിലോട്ട് വരും. ഒരു കീരിയെ പോലെ പെപ്പ കോഴിക്കൂട്ടിന്റെ സൈഡിൽ വന്ന് നിൽക്കും. പക്ഷെങ്കിൽ കാലം കോഴിക്കൂട്ടിലാണ് താമസം. കോഴിയെ കോഴിക്കൂട്ടി കയറി തട്ടാൻ ശ്രമിച്ച കുമാര വിഗ്രഹം വീണുടയും. ഈ കറാൻ പറഞ്ഞ കോഴിയാണെങ്കിൽ അവന്റെ മോന്തയിലും മൈലാഞ്ചി ഇട്ട് വെക്കും. ഇനിയിപ്പോ ആ മോന്ത വെയിലത്ത് കാണിച്ച് നിക്കി 5 യൂറൈസ് അടിക്കട്ടെ, അല്ലെങ്കിൽ അണുക്കള് ചാവൂല. അതിന്റെ ഇതിൽ ടൂറ് പോയി ഇവര് തമ്മിൽ കണ്ണുടക്കും. ഇത്ര നാൾ അവനെ വേണ്ടാന്ന് പറഞ്ഞ അവള് വേണോന്ന് പറയും. അവക്കൊരു സങ്കടം. എന്നും പുറകെ കിടക്കണ ഒരുത്തിന് എങ്ങനെ വേണ്ടാന്ന് പറയണം. ഒടുക്കം കല്യാണത്തിന് അവള് സമ്മതിക്കും. എന്തൊക്കെയാണോ എന്തോ ഈ സിനിമയിൽ നടക്കണം. എന്റെ കുരിശി കയറിയ മനുഷ്യ, ഇതൊക്കെ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ എന്തിനാണ് ഇതൊക്കെ? കോഴിക്കാട്ടെ മുഖത്തൂറ്റി പെപ്പയ്ക്ക് ആകെ മൊത്തത്തിൽ രോഷമാകും. കോഴിയെ കൊല്ലാനായിട്ട് അവർ തീരുമാനിക്കും. അങ്ങനെ അവർ കൂട്ടുകാരെല്ലാം കൂടി ക്രിസ്മസ് അപ്പൂവിന്റെ വേഷം ഇട്ട് കോഴിയെ പിടിക്കാൻ കിടന്ന് ഓടും. അത് കോമഡിയാണെന്ന് ഇവര് നിരൂപിച്ച് നമ്മളെ കാണിക്കും. അത് കണ്ടാൽ നമുക്ക് ഗുണം വരും.
വലിയ ശ്രമത്തിനൊടുവിൽ അവൻ കോഴിയെ പിടിക്കും ഗൈസ്. കയ്യെ കിട്ടിയ കോഴീനെ അപ്പൊ തന്നെ കല്ലിലടിച്ച് കൊന്നിട്ട് ആച്ചിയുടെ പെരി പെരി മസാല ഇട്ട് ചെറിയുള്ളി സവാളയും കുരുമുളകും പൊടിയിട്ട് കുക്കറിട്ട് 2 വിസിലടിച്ചെടുത്ത് നല്ല ചിക്കൻ പെപ്പർ ഫ്രൈ ഉണ്ടാക്കി തിന്നെ. അല്ലെങ്കിൽ വല്ല ഷവായി അൽഫാമ ആക്കി അതിനെ അപ്പൊ തന്നെ അങ്ങ് തീർക്കാതെ അവ അതിനെ വെച്ചോണ്ടിരിക്കണം. ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ കോഴിയുടെ കോലാഹലം കാണുമ്പോൾ മറു സൈഡിൽ നമ്മളെ അളിയ എന്ത് ചെയ്യും? അളിയൻ വന്ന് പണ്ട് അടിച്ചോണ്ട് പോയ മെഷീൻ വരെ പുതിയ മെഷീനൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുത്ത് വീട്ടൊരിട്ട് വീണ്ടും പിണ്ടി അങ്ങ് സെറ്റ് ആക്കും. ഇനിയെ പിടിച്ച കോഴീനെ വേറൊരു കൂട്ടുകാരന്റെ വീട്ടിലാണ് വെക്കണേ. അവരത് കണ്ട് അതൊന്നും എന്റെ വീട്ടിൽ അനുവദിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് അതിനെ അഴിച്ചു വിടും. അതോടുകൂടി അഴിച്ചുവിട്ട കാളയെ പോലെ കോഴി ഓടി പോവേണ്. വെള്ളം കണ്ട ഒട്ടകത്തെ പോലെ പുറകെ പെപ്പയും. ഒടുവില് കോഴി അതിന്റെ മരക്കൊമ്പിൽ ചെന്ന് കയറും. എടാ ഇവൻ പരുന്താണ്. കോഴിയുടെ രൂപവും പരന്തിന്റെ സ്വഭാവവും. ഇത് നസ്ലിനല്ലേ? സംഭവം ഒന്നുമില്ല ഗൈസ്. കോഴിയെ കൊണ്ടുപോകാൻ വേറൊരു അൽഫാം വന്നേക്കാണ്. ഇവന് കോഴീനെയൊക്കെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന്. എടുക്കാൻ തന്നെ ആ പണിയൊക്കെ അവന് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവ എളിയ മനസ്സായത് കൊണ്ട് അവൻ പൂവൻ കോഴിയെ കൊണ്ട് ചെയ്യിപ്പിക്കോളന്ന്. ഒടുവിൽ നാട്ടുകാരെ പരാതി കാരണം അവരാ പൂവൻ കോഴീനെ വിൽക്കുകയാണ് ഗൈസ്. നമ്മുടെ നസ്ലിൻ അവനെ വാങ്ങിച്ചോണ്ട് പോകും. അങ്ങനെ ഒടുവിൽ നമ്മുടെ കൂതറ സാഹിബിന്റെ മകൻ ആ നാട്ടിൽ നിന്ന് പോവുകയാണ് ഗൈസ്. പോകുമ്പോ അവസാനത്തെ ഒപ്പന്ന പ്രകാരം പെപ്പയുടെ വലത്തെ കയ്യിൽ ഒരു തൂവലും കൂടി അവൻ വെച്ചു കൊടുത്തിട്ട് അങ്ങ് പോകും. അന്ന് പെപ്പെ സുഖമായി ഉറങ്ങുകയാണ്. അങ്ങനെ ഒടുവിൽ ഈ പടം അവസാനിച്ചു ഗൈസ്. എങ്ങനെയുണ്ട് ഈ സിനിമ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഞാൻ പറഞ്ഞ കോഴിക്കും പോലെ ഒരു പശു ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ ആകാ ചക്കിപ്പുറത്തിന് ഇത്തിരി ഹെവി ആയി പോയെന്ന്. അല്ല, പശുവിനെ പൊക്കിയെടുത്ത് ആകാശത്തോടെ പറന്നാലല്ലേ ഇവന് വെടിവെച്ചിടാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഒരു പ്രശ്നം. ഒരു ജേഴ്സി പശു ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലായിരുന്നു. എന്തായാലും ഗൈസ് ഇന്നത്തേക്ക് ഇത് മതി. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. Thanks. Love you.